പരിശുദ്ധാത്മാവ് ഒരുത്തൻ്റെ ബുദ്ധിയെ സ്വാധീനിക്കുമെന്ന് പറഞ്ഞാൽ അതെന്താകുന്നു ഈ ബുദ്ധിയെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ? ഞാനതിൻ്റെ 1-2 ഭാഗങ്ങളെ പറയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 27-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ശിമയോൻ എന്ന മനുഷ്യൻ 360ഓളം വയസ്സുണ്ട്. ആ മനുഷ്യന് ഈ സംഭവം നടക്കുമ്പം 360, ഞാൻ തെറ്റല്ല പറയുന്നത്, 360ഓളം വയസ്സുണ്ട് ആ മനുഷ്യന്. ആ കാലഘട്ടത്തിൽ എല്ലാവരും 120 വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ. പക്ഷെ ഈ മനുഷ്യന് 360 വയസ്സുണ്ട്. വൃദ്ധനായ മനുഷ്യൻ വീട്ടിലിരിക്കുകയാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ അടുക്ക് പറഞ്ഞു, എഴുന്നേറ്റ് ആലയത്തിൽ ചെല്ലാൻ പറഞ്ഞു. 2:27 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ കൊണ്ടുചെന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. എൻ്റെ സഹോദരങ്ങളെ, ശിമയോൻ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രിയാണ്, ഒരു സ്ക്രൈബ്. ദൈവാലയത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ പുസ്തക ചുള്ളുകളുമായി ജീവിക്കുന്ന മനുഷ്യൻ. ആ സമയത്താണ് ബേത്ലഹേമിൽ നിന്ന് ഒരു യോസഫും മറിയയും എന്ന് പറയുന്ന 2 ദരിദ്രരായ ദമ്പതികൾ ദൈവാലയത്തിലേക്ക് വരികയാണ്. ആ സമയത്ത് പരിശുദ്ധാത്മാവ് ശിമയോന്റെ അടുക്ക പറഞ്ഞു, ശിമയോൻ, നീ എഴുന്നേറ്റ് ദൈവാലയത്തിലേക്ക് ചെല്ല്. ശിമയോൻ ദൈവാലയത്തിലേക്ക് ചെന്നു. കറക്റ്റ് ടൈമിൽ ശിമയോൻ ദൈവാലയത്തിൽ ചെന്നു. കറക്റ്റ് പേഴ്സണെ കണ്ടു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ യു ഷാൽ ബി കണക്റ്റഡ് വിത്ത് ദ റൈറ്റ് പേഴ്സൺസ് അറ്റ് ദ റൈറ്റ് പ്ലേസ്. റൈറ്റ് പ്ലേസ്, റൈറ്റ് പേഴ്സൺ, റൈറ്റ് ടൈം. ആത്മനിയോഗം ശിമയോന്റെ മേൽ വന്നപ്പോൾ ശിമയോൻ എങ്ങോട്ട് പോകണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, എപ്പോൾ പോകണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. കാണേണ്ടവനെ കാണിക്കുവാനും പരിശുദ്ധാത്മാവിന് കഴിഞ്ഞു. ഇതാണ് പരിശുദ്ധാത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ അരുതാത്ത വ്യക്തിയുമായി നീ കണക്റ്റ് ആകത്തില്ല. നിന്നെ ചൂഷണം ചെയ്യുന്ന വ്യക്തിയുമായി നീ കണക്റ്റ് ആകത്തില്ല. നീ കണക്റ്റ് ആകേണ്ട ആളുമായിട്ട്, കണക്റ്റ് ആകേണ്ട ഇടത്ത്, കണക്റ്റ് ആകേണ്ട സമയത്ത് കണക്റ്റ് ആകുക. അത് നിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, അത് നിന്റെ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, അത് നിന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പർ അറ്റ് ദ റൈറ്റ് ടൈം നീയുമായി കണക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, പത്രോസ് വെൺമാടത്തിൽ കയറി പ്രാർത്ഥിച്ച് ദർശനം എന്താകുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ താഴെ ഡോറിൽ മുട്ടുകെട്ടോ ആൾക്കാർ പത്രോസിന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ശിമോൻ എന്ന്, പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ ഞങ്ങൾക്ക് കാണണോ? റോമിലെ ഇറ്റലിയിൽ നിന്ന് സ്തോത്രം കൊറന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഞങ്ങളെ 3 പേരെയും പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കണ്ടോ, വെൺമാടത്തിലിരിക്കുന്ന പത്രോസിന് റോമയിലേക്ക് പോകാൻ വെളിപ്പാട് കിട്ടുന്നു. പക്ഷെ പോകാനുള്ള വഴി അറിയത്തില്ല, പോകാനുള്ള ടിക്കറ്റ് ഇല്ല കയ്യിൽ, പോകാനുള്ള വണ്ടി ഇല്ല കയ്യിൽ. പക്ഷേ പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ at the right time the right person will be connected to the right place. ഇന്ന് രാത്രി നീ വിശ്വസിക്കുമോ? പരിശുദ്ധാത്മാവ് വെറുതെ അന്യഭാഷ പറഞ്ഞു പോകുന്നതല്ല. നീ ആരുമായിട്ട് ബന്ധിക്കപ്പെടണമോ, എവിടവുമായിട്ട് ബന്ധിക്കപ്പെടണമോ, എന്തിനായി ബന്ധിക്കപ്പെടണമോ, അതിനകത്ത് കറക്റ്റായിട്ട് നിന്നെ കണക്ട് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുക. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളൊക്കെ എന്നെ അറിയുന്നത് പവർ വിഷനിൽ കൂടെ ശുശ്രൂഷിച്ചു എന്നുള്ളതാണ്. പവർ വിഷനിൽ കൂടെയാണ് ഞാൻ ലോകത്തിന് പരിചിതനായി തീർന്നത്. കാരണം അതിനു മുമ്പ് ഞാനുണ്ടായിരുന്ന പ്രസ്ഥാനം സമൂഹവുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു പ്രസ്ഥാനമായിരുന്നു. ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതാണ്. പക്ഷെ ഞാൻ ആദ്യം ഉണ്ടായിരുന്ന പ്രസ്ഥാനം അതിൻ്റെ കൾട്ട് സിസ്റ്റത്തിനകത്ത് ലോകത്തിൽ ആരുമായിട്ടും അവർക്ക് ബന്ധമുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ പവർ വിഷനുമായിട്ടാണ് കണക്റ്റ് ആയത്. എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിലെ ഒറ്റ പാസ്റ്റർമാരെ എനിക്കറിയത്തില്ലായിരുന്നു. ലോകത്തിലെ ഒറ്റ പെന്തക്കോസ്ത് സഭകളുമായിട്ട് എനിക്ക് ബന്ധമില്ലായിരുന്നു. എന്നാൽ ആ കൾട്ടിനകത്തുനിന്ന് കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ ഭാഗം ഇതാണ്: കർത്താവെ, ഞാൻ എങ്ങോട്ട് പോകും, ആരുടെ അടുക്കൽ പോകും എനിക്കറിയത്തില്ല. നീ ഇങ്ങനെ വെളിയിലിറങ്ങി വാ എന്ന് പറഞ്ഞ ഞാൻ ആരുടെ അടുക്കൽ പോകുമെന്ന് ചോദിച്ചോ. അന്ന് രാത്രി കർത്താവ് എന്നോട് പറഞ്ഞോ, ഞാൻ അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചപ്പോൾ ഒരു സ്ഥലം കാണിച്ചിട്ടല്ലടാ വിളിച്ചത്, പകരമോ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ നിന്നെ വിളിക്കാമെന്ന്, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാം. നീ എന്നെ
എന്നെ വിശ്വസിക്കുന്നെങ്കിൽ ഇറങ്ങി വാ എന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ടാണ് ആഴിയെന്നോർക്കാതെ അലകൾക്ക് പിന്തിരിയാതെ ഞാൻ ഇറങ്ങി തിരിച്ചത്. ഞാൻ മുൻപോട്ട് പോകട്ടെ സഹോദരങ്ങളെ. അപ്പോൾ എൻ്റെ അടുക്കൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആരാണ് പവർ വിഷനുമായി കണക്ട് ആക്കിയത്? എങ്ങനെയാണ് പവർ വിഷനുമായി കണക്ട് ആക്കിയത്? സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, പവർ വിഷനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ പോലും എനിക്കറിയത്തില്ല. അത് മാത്രമല്ല, ആ നാളുകളിൽ ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം മുൻപുണ്ടായിരുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ഭയങ്കരമായ ഭീഷണികളും അസഭ്യവർഷങ്ങളും തുരുതിരാ വരുന്നത് കാരണം ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ നീണ്ട ഉപവാസങ്ങളിലായിരുന്നു. ഒരു ശനിയാഴ്ച രാത്രി പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ പറഞ്ഞു, നിന്റെ ഫോൺ ഓൺ ചെയ്ത് വെക്കണോ, നിനക്ക് നാളെ ഒരു കോള് വരുമെന്ന് പറഞ്ഞു. സ്തോത്രം. പിറ്റേന്ന് അധികാലത്ത് എഴുന്നേറ്റ് ഞാൻ ഫോൺ ചാർജിനിട്ടോ, പക്ഷെ ഓൺ ചെയ്തില്ല. കാരണം എനിക്ക് ഓൺ ചെയ്യാൻ ഭയമായിരുന്നു. കാരണം ഞാൻ ഓൺ ചെയ്താൽ വരുന്ന ഭീഷണിയുടെ മെസ്സേജുകൾ എൻ്റെ മാനസിക നിലയെ തകർക്കുമോ എന്നുള്ള ഭയം. സ്തോത്ര. എൻ്റെ സഹോദരങ്ങളെ, അന്ന് 11 മണിയായപ്പോഴത്തേക്ക് ഒരു അഭിഷക്തൻ എൻ്റെ വാക്കുകളിൽ കൂടെ അടുത്തതായിട്ട് എന്നോട് പറഞ്ഞു, നിനക്കുള്ള കോൾ ഇന്ന് വരോ, നീ ഫോൺ ഓൺ ചെയ്ത് വെക്കാൻ പറഞ്ഞു. ഞാൻ ഫോൺ ഓൺ ചെയ്ത് വെച്ചോ. പക്ഷേ അന്ന് എൻ്റെ 21 ദിവസങ്ങളുടെ ഉപവാസം തീരുന്ന ദിവസമാണ് ഞായറാഴ്ച. എന്നാൽ അന്ന് ഞായറാഴ്ച രാത്രി 10 മണിയായി കേട്ടോ, ഒരു കോളും വന്നില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇന്നലെ രാത്രി തുടങ്ങി പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് എന്നെ ആരോ വിളിക്കുമെന്ന്. പക്ഷേ ഇന്ന് ഈ ദിവസം എൻ്റെ ഫോൺ ചലിച്ചിട്ടില്ല. ആമേൻ. സാധാരണമായി ഓൺ ചെയ്ത് വെച്ചാൽ എന്തെങ്കിലും പരിഹാസത്തിൻ്റെയോ അസഭ്യത്തിൻ്റെയോ ഒരു മെസ്സേജെങ്കിലും വരേണ്ടത്. പക്ഷേ അന്നത്തെ ദിവസം ഒരൊറ്റ മെസ്സേജ് പോലും എനിക്ക് വന്നില്ല. സ്തോത്ര. എന്നാൽ രാത്രി 10 മണിയായപ്പോൾ എൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത വ്യക്തി, അന്ന് വരെ എനിക്കൊരു പരിചയമില്ലാത്ത വ്യക്തി, എന്നെ പരിചയമില്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹം എൻ്റെ അടുക്കൽ വിളിച്ചിട്ട് ചോദിച്ചോ, പാസ്റ്റർ സാം മാത്യു ആണോ എന്ന് ചോദിച്ചോ. ഞാൻ പറഞ്ഞു സാം മാത്യു ആണ് എന്ന് പറഞ്ഞു. അതിനകത്ത് പോലും ഞാൻ പരിഹാസവും ഭീഷണിയും ഒക്കെ ഭയപ്പെട്ടോ. അപ്പോൾ എൻ്റെ അടുക്കൽ പറഞ്ഞു, ഞാൻ ന്യൂയോർക്കിൽ നിന്ന് ഫിലദൽഫിയയ്ക്ക് പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. സ്തോത്രം. ഞാൻ നാളെ വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ പവർ വിഷന്റെ ഇന്നാരാണ്, താങ്കളെ ശുശ്രൂഷയ്ക്ക് വിളിക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ തങ്ങളെ വിളിച്ചത്. താങ്കളുടെ നമ്പർ കിട്ടാൻ ഒത്തിരി പാടുപെട്ടോ. പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ച് ഇങ്ങനെ ഒരാളുണ്ട് എന്ന്. ആ ആളിനെ കണ്ടെത്തുവാൻ ഞാൻ എന്തുമാത്രം പാടുപെട്ടു എന്നറിയാമോ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ഫോൺ വെച്ചോ. ആമേൻ. എന്നിട്ടും എനിക്കൊരു ഉറപ്പുമില്ല, ഇത് പരിഹസിക്കുകയാണോ, ഇതെനിക്ക് പണി തരികയാണോ എന്ന്. പക്ഷെ ചില മിനിറ്റുകൾക്കനന്തരം അദ്ദേഹം ഒരിക്കൽ കൂടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭാരപ്പെടണ്ട, ഞാൻ ഒരാളുമായിട്ട് കോള് കണക്ട് ചെയ്ത് തരാം, നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ, അപ്പോൾ ഞാൻ ഫേക്കല്ല എന്ന് ആമേൻ താങ്കൾക്ക് മനസ്സിലാകുമെന്ന്. കണ്ടോ, അദ്ദേഹം ഫേക്കാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതായിട്ട് അദ്ദേഹത്തിന് അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പറഞ്ഞു. ചില മിനിറ്റുകൾക്ക് ശേഷം പഴയ പ്രസ്ഥാനത്തിലുള്ള ഒരു സ്നേഹിതൻ തന്നെ, ആമേൻ, ഒരു സഹോദരൻ തന്നെ എന്നെ വിളിച്ചോ. അദ്ദേഹത്തിൻ്റെ കയ്യിലും എൻ്റെ നമ്പർ ഇല്ലായിരുന്നു. അദ്ദേഹം എൻ്റെ അടുക്കൽ വിളിച്ചിട്ട് ചോദിച്ചോ, മനുഷ്യ, നിങ്ങളുടെ ഫോൺ നമ്പർ കിട്ടാൻ ഞങ്ങൾ എന്തുമാത്രം പാടുപെട്ടുമെന്ന്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അതാണ് പരിശുദ്ധാത്മാവ്. നിനക്ക് FB ഇല്ലെങ്കിലോ, നിന്റെ ഫോൺ നമ്പർ ഫ്ലെക്സിലടിച്ച് നാട്ടുകാരെ പരിചയപ്പെടുത്തിയില്ലെങ്കിലോ, നിന്നെ അന്വേഷിക്കുന്നവൻ ആമേൻ കറക്റ്റായിട്ട് നേർവീതി എന്ന തെരുവിൽ തർസോസുകാരനായ ശൗൽ ഇരിക്കുന്നുവെന്ന് കറക്റ്റ് വീടും ലൊക്കേഷനും സ്ട്രീറ്റും പറഞ്ഞു കൊടുത്ത് നിന്നെ കണ്ടെത്തിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയോ. അതാണ് പരിശുദ്ധാത്മാവ്. ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. സ്തോത്ര. ശേഖേമിൽ അലഞ്ഞു തിരിയുന്ന യോസേഫിനെ കണ്ടെത്തി സഹോദരന്മാരുമായി കണക്ട് ചെയ്ത് അവിടെ നിന്ന് മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ യോസേഫിനെ പൊട്ടക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഇസ്മായേലിൽ അറബിയിൽ നിന്ന് കടന്നു വരുന്നതായ ഇസ്മായേലിയ കച്ചവടക്കാർ ഈ യോസെഫിനെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോയി. എൻ്റെ സഹോദരങ്ങളെ, അവിടെ എഴുതിയിരിക്കുന്നത് അവർ സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്നവരായിരുന്നുവെന്ന്. ഞാനിപ്പോൾ ആലോചിക്കുക, 4 കന്നാലി അടിച്ചുകൊണ്ട് വരുന്നതായിട്ടുള്ള ഈ കമ്പന്തേനിയിൽ നിന്നൊക്കെ പോത്തിനെ അടിച്ചുകൊണ്ട് വരുന്നത് പോലെ 4 പോത്തിനെയോ കന്നാലിയോ അടിച്ചുകൊണ്ട് വരുന്നവരായിരുന്നു അവിടെ വന്നിരുന്നെങ്കിൽ ഈ രൂപേനും ശിമയോനോ രണ്ടിലൊന്ന് നോക്കാതെ എന്ത് ചെയ്തേനെ
വിറ്റെന്നറിയാവോ? യോസെഫിനെ ഈ കാലിച്ചന്തക്കാർക്ക് വിറ്റേനെ. സ്തോത്ര. എന്നാൽ അവര് കൊണ്ടുപോയി എവിടെ വിറ്റേനെ? യോസെഫിനെ കന്നുകാലി മാർക്കറ്റിൽ വിറ്റേനെ. പക്ഷേ യോസെഫിനെ മേടിക്കാൻ തക്കവണ്ണം ആള് വന്നത് ആരാണെന്നറിയാമോ? കന്നുകാലി കച്ചവടക്കാരല്ല. നാഗർകോവിലിൽ നിന്ന് കയറി വരുന്ന കോഴിവണ്ടിക്കകത്തോ കള്ളുവണ്ടിക്കകത്തോട്ടോ അല്ല അവനെ വിട്ടത്. ഏറ്റവും നല്ല പെർഫ്യൂം ബിസിനസ് അത്തറ് കച്ചവടക്കാരുടെ കയ്യിൽ എന്ന് പറഞ്ഞ മിസ്രൈമിൽ പോയി അത്തറ് വിൽക്കുമ്പോ ഇതാരാ മേടിക്കാൻ നിൽക്കുന്നത്? അവിടുത്തെ ഏറ്റവും വലിയ മന്ത്രിമാര്, ഏറ്റവും ഉന്നതന്മാരായിട്ടുള്ളവർക്കാണ് ഇത് കച്ചവടം ചെയ്യാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നിന്നെ ആരുമായിട്ട് കണക്ട് ആക്കണോ അവരുമായിട്ട് തന്നെ കണക്ട് ആക്കുക. ആത്മാവ് നിയോഗിച്ച് ശിമയോൻ ദൈവാലയത്തിൽ പോയപ്പോൾ the right time, the right person, the right place. അതാണ് പരിശുദ്ധാത്മാവ്. അത് ജ്ഞാനത്തിന്റെ ആത്മാവാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവ് നിന്നിൽ ഉള്ളിടത്തോളം നിനക്ക് വഴി തെറ്റുകയില്ല, നിനക്ക് വഴി പിഴയ്ക്കുകയില്ല. അവൻ നിന്നെ സകല സത്യത്തിലും വഴി നടത്താം. അപ്പൊ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെ ആത്മാവാണ്. എൻ്റെ സഹോദരങ്ങളെ, പുറപ്പാട് പുസ്തകം 35-33 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ബസലേൽ എന്ന് പറയുന്ന മനുഷ്യൻ, ഊരിന്റെ മകനായ ഹൂരിയുടെ മകനായ ബസലേൽ, ഞാൻ അവനെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ അവനെ ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. കണ്ടോ? ദിവ്യ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യന്റെ മേൽ വന്നാൽ അതിനോടുകൂടെ ജ്ഞാനം, ബുദ്ധി, അറിവ്, സാമർഥ്യം. ഞാനതിനെ വിശദീകരിക്കുന്നില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ബുദ്ധിമണ്ഡലത്തെ സ്വാധീനിക്കുന്നതാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ, അല്ല, നമ്മൾ തിരുവെഴുത്ത് വായിക്കുമ്പോൾ, സ്തോത്രം, പലപ്പോഴും കർത്താവായ യേശുവിന്റെ മേൽ സ്നാനമേറ്റ് കയറും പരിശുദ്ധാത്മാവ് എങ്ങനെ വന്നെന്ന് ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചിരുന്നു. പ്രാവ് പോലെ വന്ന് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ അകത്ത് കയറി. എന്നിട്ട് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ അടുക്കൽ പറയുകയാണ്, എങ്ങോട്ട് പോകാനാ പറഞ്ഞതെന്നറിയാമോ? മരുഭൂമിയിലേക്ക് പോകാൻ പറഞ്ഞു. എന്തിനാ മരുഭൂമിയിലേക്ക് പോകാൻ പറഞ്ഞെന്നറിയാമോ? മരുഭൂമിയിൽ ആ കള്ള നാണം കെട്ട പിശാചിരിപ്പുണ്ട്. അവനെ തോപ്പിച്ച് വേണം പരിപാടി തുടങ്ങാൻ. കണ്ടോ? പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് ചെയ്യുക. പിശാച് എവിടെയുണ്ടെന്നോ അവനെ എവിടിട്ട് പിടിക്കണമെന്നോ അവനെ തോൽപ്പിക്കാനുമുള്ള റൂട്ട് മാപ്പ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെ ആത്മാവാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. യോഹന്നാന്റെ 1, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ, 1, അത് നമ്മളിൽ സൃഷ്ടിക്കുവാൻ തുടങ്ങുക. 2, അത് നമ്മളെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുക. 3, അത് നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ സ്വാധീനിക്കുക. 4, പരിശുദ്ധാത്മാവ് നമ്മളെ ആരാധിക്കുവാൻ പ്രേരിപ്പിക്കും. ആരാധിക്കുവാൻ പ്രേരിപ്പിക്കുക മാത്രമല്ല, ആരാധിക്കുവാൻ യോഗ്യന്മാരാക്കി തീർക്കുകയും ചെയ്യുക. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഭാഗമുണ്ട്, എൻ്റെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാകുന്നു. ദൈവം ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കാൻ അവകാശമില്ല. ദൈവത്തെ എല്ലാവർക്കും ആരാധിക്കാൻ അവകാശമില്ല. സ്തോത്ര. നമ്മളിങ്ങനെ പറയും, കുയില് പാടുന്നതും കാക്ക കരയുന്നതും അല്ല ദൈവത്തിന്റെ ആരാധനയാണെന്ന്. അത് ആരാധിക്കുകയോ ചെയ്യുകയോ ചെയ്യാതിരുന്നു കൊള്ളട്ടെ. പക്ഷേ ദൈവം ആരാധനയ്ക്ക് വഴിയ പോകുന്ന എല്ലാവരുടെ ആരാധന ദൈവത്തിന് വേണ്ട. യേശു കർത്താവ് ശമരിയ സ്ത്രീയുടെ അടുക്കൽ പറയുകയാണ്. ശമരിയ സ്ത്രീ വന്ന് യേശുവിൻ്റെ അടുക്കൽ ചോദിക്കുക, ഞങ്ങൾ മലയിൽ പോയി ആരാധിച്ചാലാണോ ദൈവം പ്രസാദിക്കുന്നത്, അതോ പട്ടണത്തിൽ പോയി ആരാധിച്ചാലാണോ ദൈവം പ്രസാദിക്കുന്നത്? കർത്താവ് പറഞ്ഞു, മലയിൽ പോയി വഴിപാട് കഴിച്ചാലോ, വ്രതമിരുന്ന് മലയ്ക്ക് പോകുമ്പോഴല്ല ദൈവം പ്രസാദിക്കുന്നത്, പട്ടണത്തിൽ പോകുമ്പോഴുമല്ല ദൈവം പ്രസാദിക്കുന്നത്. എന്നിട്ട് അടുത്ത 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിക്കണമേ. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ഫാദർ സീക്കത്ത് സച്ച്
അങ്ങനെയുള്ളവരെയാണ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നത്? ആരാധനയ്ക്ക് അന്വേഷിക്കുന്നത്. ആമേ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവുള്ളവരെയാണ് ദൈവം ആരാധനയ്ക്ക് അന്വേഷിക്കുന്നത്. പരിശുദ്ധാത്മാവില്ലാത്തവന്റെ ആരാധന ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് പുതിയ നിയമ ദൈവസഭയുടെ ആരാധന എങ്ങനെയാണെന്നറിയാമോ? അവർ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ആരാധന ആരംഭിക്കുന്നത് ഏതിനകത്തായിരിക്കണം? പരിശുദ്ധാത്മാവിനകത്തായിരിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാതെ ഒരു മനുഷ്യന് ദൈവത്തെ ആരാധിക്കുവാൻ സാധ്യമല്ല. ആ ആരാധന ദൈവത്തിന് ഇഷ്ടമില്ലെന്നേ. കാരണം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു. അപ്പൊ ആരെങ്കിലും കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ആരാധിച്ചിട്ട് പോകട്ടെ എന്ന് ദൈവത്തിന് ഇഷ്ടമില്ല. സ്തോത്ര. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലൊക്കെ പ്രായമുള്ള അപ്പച്ചന്മാരുണ്ട്. സ്തോത്ര. അവർക്ക് വീട്ടിലെ ആരെങ്കിലും കൊണ്ട് ചായ കൊടുത്താൽ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുകയല്ല. നമ്മുടെ സഭയിലൊക്കെ വരുന്ന ചില അമ്മച്ചിമാർ പറയുക, ആരാധന കഴിഞ്ഞ് ഓടിപ്പോകുക, എന്നിട്ട് പറയും വീട്ടിലെല്ലാം വെച്ചിട്ടുണ്ട്, ആ വീട്ടിൽ ഞങ്ങളെ സഹായിക്കാൻ വരുന്ന കൊച്ചും അവിടെ ഉണ്ട്, പക്ഷെ അപ്പച്ചന് ഞാൻ എടുത്തു കൊടുത്താലേ എന്തോ ചെയ്യത്തുള്ളൂ, അപ്പച്ചൻ കഴിക്കത്തുള്ളൂ. അതുപോലെ ദൈവത്തിന് ആരാധന വീട്ടിൽ നിൽക്കുന്ന കൊച്ചെടുത്ത് വിളമ്പിക്കൊടുത്ത അപ്പച്ചൻ അത് വേണ്ടെന്നേ. ഇതുപോലെ പിതാവായിരിക്കുന്ന ദൈവം വഴിയെ പോകുന്നവന്റെ കയ്യിൽ നിന്ന് ആരാധന മേടിക്കാൻ നിൽക്കുന്നവനല്ല. തന്നെ ആരാധിക്കുന്നവൻ ഇങ്ങനെയുള്ളവനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആരാധനക്കാരന്റെ മനസാക്ഷിയെ നിർമ്മലീകരിക്കണം. എബ്രായ ലേഖനം 9:14 നമ്മൾ മുൻപേ വായിച്ചല്ലോ. സ്തോത്ര. യേശുക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കാം. അപ്പൊ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിച്ചപ്പെട്ടവന് മാത്രമേ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ ആരാധന ദൈവത്തിന് സുഗ്രാഹ്യമായി തീരണമെങ്കിൽ എന്തോ ചെയ്യണം? റോമാലേഖനം 15:15 ജാതികളെന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് ദൈവത്തിന് പ്രസാദമായി തീരണം. അപ്പൊ ആത്മനിറവാണ്, ആത്മാവാണ് ഒരു മനുഷ്യനെ ആരാധനയിൽ ദൈവവുമായിട്ട് കണക്ട് ആക്കുന്നത്. നല്ല മുമ്പേ അഭിഷക്തെ ഓർപ്പിച്ചതുപോലെ ദൈവം പാട്ടിന്റെ ശ്രുതിയല്ല തേടുന്നത്, ദൈവം പാട്ടിന്റെ സ്വരമല്ല തേടുന്നത്, ദൈവം പാട്ടിന്റെ താളമല്ല തേടുന്നത്. പകരമോ ആത്മാവിനകത്ത് ആരാധിക്കണം. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ ഒരു സഹോദരന്റെ അടുക്കൽ പറയുകയുണ്ടായി, അമ്മേ നമ്മൾ പെന്തക്കോസുകാരാണെന്നേ, രണ്ടു മറുഭാഷ പറയാത്ത ആരാധന. നമ്മളെ കളിയാക്കുന്ന മറുഭാഷക്കാരെന്നല്ലേ, രണ്ടു മറുഭാഷ പറയാതെ ഒരാരാധനയ്ക്ക് എന്തോ സുഖമുള്ളതെന്നേ. അമ്മേ കാരണം ഈ മറുഭാഷ പറയുമ്പോൾ, ഈ അന്യഭാഷ പറയുമ്പോഴാ നമ്മൾ ദൈവവുമായിട്ട് കണക്ട് ആകുന്നത്. പെന്തക്കോസുകാരുടെ അടുക്കൽ ഞാനൊരു കാര്യം പറയാം, അന്യഭാഷ ഇല്ലാത്തവനെ, അഭിഷേകമില്ലാത്തവനെ, പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളിൽ വിശ്വസിക്കാത്തവനെ പെന്തക്കോസിന്റെ ആരാധനകളിൽ പ്രൊമോട്ട് ചെയ്യരുത്. We need the worship in spirit and truth. അഭിഷേകത്തോടെ ആരാധിക്കണം. ആ ആരാധനയാണ് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. ചൊലുത്തിന്റെ ഭംഗിയല്ല, സ്തോത്ര, ആമേൻ, ചൊലുത്തിന്റെ ഈണമല്ല, പകരം ആമേൻ അന്യഭാഷകളിൽ അവയിൽ നിറഞ്ഞുള്ള ആരാധന. എൻ്റെ സ്തോത്ര, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാല് സ്തുതികളാല് ആമേൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന തല. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവവുമായി ആരാധനയിൽ അടുക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ 5-ാമത്തെ ഭാഗത്തിലെ 4-ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. എന്താണ് പരിശുദ്ധാത്മാവിന്റെ അടുത്ത പ്രത്യേകത? 5-ാമത്തെ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 14:16. ഞാൻ അതിനു മുൻപേ ഒരു കാര്യം കൂടെ പറയട്ടെ. സ്തോത്ര. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തെ ആരാധിക്കുന്നവൻ ദൈവം ആത്മാവാകൊണ്ട് ആരാധിക്കുന്നവനും എന്തുണ്ടായിരിക്കണം? അതേ ആത്മാവുണ്ടായിരിക്കണം. 115, 135 ഈ 2 സങ്കീർത്തനങ്ങളിൽ ഒരേ കാര്യം പറയുന്നുണ്ട്. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത, മൂക്കുണ്ടെങ്കിലും മണക്കാത്ത, കൈയുണ്ടെങ്കിലും ചലിക്കാത്ത,
കാലുണ്ടെങ്കിലും നടക്കാത്ത ഊമരും ഊമരും ചെകിടരുമായിരിക്കുന്ന വിഗ്രഹ ദൈവങ്ങൾ. എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുകയാണ്, അവയെ ഉണ്ടാക്കുന്നവർ, അവയെ ആരാധിക്കുന്നവരെല്ലാം അവയെ പോലെയാകുന്നു. കണ്ടോ, ചലിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവൻ ചലിക്കുന്നവനായിരിക്കണം, ചലിക്കാത്ത ദൈവത്തെ ആരാധിക്കുന്നവൻ ചലിക്കാത്തവനുമായിരിക്കും. ഇന്ന് രാത്രി വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവന് നീ വീര്യം പ്രവർത്തിക്കുന്നവനായിരിക്കും. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തെ ആരാധിക്കുന്നവന് നീ അത്ഭുതങ്ങൾ ചെയ്യുന്നവനായിരിക്കും. ആത്മാവാകുന്ന ദൈവത്തെ ആരാധിക്കുന്നവന് നീ ആത്മാവായിരിക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിറവ് ആരാധനയിൽ ആവശ്യമാണ്. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്, സമയം വേഗത്തിൽ പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കുക, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ഞാൻ അയക്കുമെന്ന്. കാര്യസ്ഥൻ എന്നൊരു വാക്കാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മൂലഭാഷയിലേക്ക് വരുമ്പോൾ പാരാക്ലീറ്റോസ് എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പാരാക്ലീറ്റോസ് എന്ന വാക്കിന്റെ അർത്ഥം? ആശ്വാസപ്രദൻ, കംഫോർട്ടർ എന്നാണ് പറയുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവ് നിന്നോടുകൂടെ വന്നാൽ അവൻ ആശ്വാസപ്രദനായിരിക്കും. എന്ന് പറഞ്ഞാൽ അടി കിട്ടി കഴിയുമ്പം പോട്ടുമോനെ എന്ന് പറയുന്നതല്ല ആശ്വാസം. പകരം തീയിൽ കൂടി കടന്നാൽ നീ വെന്തു പോകത്തില്ല, നദികളിൽ കൂടി കിടക്കുമ്പോൾ നീ അത് മുങ്ങിപ്പോകത്തില്ല. നീ 7 മടങ്ങ് അധികം കഠിനമായ തീച്ചൂളയിൽ കൂടെ പോകുമ്പോൾ സ്തോത്രം, നിന്റെ ഉടുപ്പിന് അതിന്റെ മണം പോലും തട്ടാതെ, നിന്റെ ഉടുപ്പിന് അതിന്റെ മണം പോലും തട്ടാതെ നിന്നെ ഒരു കംഫോർട്ട് സോണിനകത്ത് നിർത്താം. ഇന്ന് രാത്രി അഭിഷേകമുള്ള ദൈവത്തിന്റെ പൈതലേ, ഞാൻ നിന്നോട് പറയട്ടെ, പ്രതികൂലത്തിന് നിന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല. പ്രതിസന്ധിക്ക് നിന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല. അപവാദങ്ങൾക്കും വെല്ലുവിളികൾക്കും നിന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല. Because the Paracletos, the Comforter, പരിശുദ്ധാത്മാവ്, അത് പാരാക്ലീറ്റോസ് ആണ്, അത് കംഫോർട്ടർ ആണ്, അത് നിന്നെ സൂക്ഷിക്കുന്നതാണ്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, തണുപ്പ് കാലത്തൊക്കെ പുതയ്ക്കുന്ന സാധനത്തിന്റെ പേര് കംഫർട്ടർ എന്നാണ്. സ്തോത്രം. ഈവൻ ചെറിയ ചൂടുകാലത്ത് പോലും അത് പുതയ്ക്കാൻ കഴിയുക. എന്താണ് കാരണമെന്നറിയാമോ? പുറത്തെ ടെമ്പറേച്ചർ ഇതിനകത്തേക്ക് കയറത്തില്ല. ഒരു ബ്ലാങ്കറ്റ് പോലെ ഒരു കംഫർട്ടറാണ് പരിശുദ്ധാത്മാവ്. ആമേൻ. പുറത്തെ ശൈത്യം എത്ര കഠിനമായിരുന്നാലും, പുറത്തെ ഉഷ്ണം എത്ര കഠിനമായിരുന്നാലും അത് നിന്നെ ബാധിക്കാതെ വേണം. വെയിലിന്റെ ചൂട് തട്ടാതെ, ശീതത്തിൽ നീ മരവിക്കാതെ നിന്നെ സംരക്ഷിക്കാം. സ്തോത്രം. ഇസ്രായേലിലെ ചിലരെ ഞാൻ സ്വർഗത്തിൽ കാണുമ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് ചോദിക്കുക, മരുഭൂമിയിൽ എങ്ങനെയുണ്ട് ടെമ്പറേച്ചർ? മരുഭൂമിയിൽ എങ്ങനെയുണ്ട് നട്ടുച്ചയ്ക്ക്? മരുഭൂമിയിൽ എത്ര ഡിഗ്രി ചൂട് കാണുക? അവരെൻ്റെ അടുക്ക് പറയും, മരുഭൂമിയിൽ നട്ടുച്ചയ്ക്ക് ഒരു 16-17 ഡിഗ്രി ഒക്കെ കാണോ, നല്ല നട്ടുച്ചയ്ക്ക്. ആമേ. അപ്പൊ രാത്രിയിൽ എത്രയായിരിക്കും? പകല് 14-15ഒക്കെയാണ്. രാത്രി ഒരു 3ഉം 4ഉം ഒക്കെ വരുമോ? അവര് പറയില്ല, രാത്രിയിൽ ഏതാണ്ട് 14-15 നിൽക്കുക. എങ്ങനെയായി 40 വർഷം? അപ്പൊ സീസൺ മാറുമ്പോഴോ അവര് പറയോ, 40 വർഷം ഞങ്ങൾക്ക് ഒരേ സീസൺ ആയിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഒരു വർഷം 4 സീസണുകളുണ്ട്. 40 വർഷം എന്ന് പറയുമ്പോൾ 160 സീസണുകൾ കഴിഞ്ഞു പോകണം. പക്ഷേ മരുഭൂമിയിൽ ഇസ്രായേൽ സഞ്ചരിച്ചു. 160 സീസണുകൾ സംഭവിക്കേണ്ടിയിടത്ത് അവർക്കൊരൊറ്റ സീസണേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ ടെമ്പറേച്ചറേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ ഹ്യൂമിഡിറ്റിയെ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ എയർ ക്വാളിറ്റിയെ ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് they were under the Paracletos. അതാണ് പരിശുദ്ധാത്മാവ്. സാഹചര്യങ്ങൾ നിന്നെ ബാധിക്കുകയില്ല. പരിശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനെ സാഹചര്യങ്ങൾ ബാധിക്കുകയില്ല. അമേ. സാഹചര്യങ്ങൾ എന്തായിരുന്നാലും അവൻ മേപ്പോട്ട് വരിക. സ്തോത്രം. അമേ. ദൈവ ജലപ്രളയം വരുത്തി, എല്ലാ വീടുകളും മുങ്ങി, എല്ലാ വീടുകളും താണു, എല്ലാ പർവ്വതങ്ങളും മുങ്ങി, എല്ലാ വൃക്ഷങ്ങളും മുങ്ങി, എല്ലാം മുങ്ങി. പക്ഷെ നോഹയുടെ പെട്ടകം മാത്രമോ പൊങ്ങിക്കൊണ്ടിരുന്നു. As the adversary prevailed,
prevails, ശത്രു പ്രബലപ്പെട്ടു തുടങ്ങുന്നതനുസരിച്ച് നോഹയുടെ പെട്ടകം പൊങ്ങിക്കൊണ്ടേയിരുന്നു. പ്രളയജലം എത്ര ഉയർന്നാലോ അഭിഷേകമുള്ളവൻ 1 ഇഞ്ച് താഴത്തില്ല. പ്രളയജലം ഉയരുന്തോറോ, പ്രതികൂലം ഉയരുന്തോറോ ഞാൻ ഉയരുക തന്നെ ചെയ്യും. അതാണ് എന്റെ മേലുള്ള പാരാക്ലീറ്റോസ്. പ്രളയത്തിന്റെ വെള്ളം കൂടുന്നതനുസരിച്ച് പൊങ്ങുന്നതനുസരിച്ച് നോഹയുടെ പെട്ടകവും പൊങ്ങിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. നോഹേ, ഈ കാട്ടിൽ പോയി മരമെല്ലാം കൊണ്ടുവന്ന് ഇത് ഇത്രയും വെട്ടിയുണ്ടാക്കി 1 ഇഞ്ച് ചലിപ്പിക്കാൻ പറ്റുമോ? പെട്ടകം ആരുണ്ടാക്കിയതാ? നോഹ തന്നെ. പക്ഷെ നോഹയ്ക്ക് ഇപ്പൊ ഈ പെട്ടകം ചലിപ്പിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. നിന്റെ കുടുംബം നീ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. നിന്റെ മക്കളെ നീ തന്നെ ജനിപ്പിച്ച് വളർത്തിയതാ. പക്ഷെ നിനക്കതിനെ ചലിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. പക്ഷേ ആ പെട്ടകത്തെ പൊക്കാൻ ലോകത്തിന്റെ ന്യായവിധിയുടെ പ്രളയം അത് നിനക്ക് ചലിപ്പിക്കാൻ കഴിയാത്തതിനെ ചലിപ്പിക്കുന്നതായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഭാഗമാണ്, നോഹയുടെ പെട്ടകത്തിനെല്ലാം ഉണ്ടാക്കി. പക്ഷെ ദൈവം ചിലപ്പോൾ ചില മണ്ടത്തരങ്ങൾ കാണിക്കുക. ആ മണ്ടത്തരങ്ങളാണ് എൻ്റെയും നിങ്ങളുടെ രക്ഷ. സ്തോത്ര. എല്ലാം വെച്ച് പക്ഷെ ഒരു സാധനം മാത്രം പെട്ടകത്തിന് വെച്ചില്ല. എന്താണ് വെക്കാതിരുന്നതെന്നറിയാം? ഒരു സ്റ്റിയറിംഗ് മാത്രം വെച്ചില്ല, ഒരു ചുക്കാൻ മാത്രം വെച്ചില്ല. കർത്താവേ, ഇത് എന്തോ സംഭവിക്കാം? എൻ്റെ സഹോദരങ്ങളെ, പ്രളയജലം ആകാശത്തോളം ഉയർന്നോ, പർവ്വതങ്ങൾ മുങ്ങി. അടുത്തത് വെള്ളം ഇറങ്ങുവാൻ തുടങ്ങി. വെള്ളം ഇറങ്ങുമ്പോൾ സ്തോത്രം, പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഈ പെട്ടകം എവിടെയാണ് എത്തേണ്ടത്? വെള്ളം ഇറങ്ങുമ്പോൾ സാധനമല്ല എവിടെ പോകും? വെള്ളം ഇറങ്ങുമ്പോൾ സാധനമല്ല എവിടെ പോകും? കടലിൽ പോകും. അപ്പൊ നോഹയുടെ പെട്ടകം പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഒഴുകി 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 എവിടെ ചെല്ലേണ്ടതായിരുന്നോ? അറബിക്കടലിൽ കിടന്ന് അലയേണ്ടതായിരുന്നോ? നോഹ ഉണ്ടാക്കിയ പെട്ടക 360-ലധികം ദിവസങ്ങൾ കഴിഞ്ഞ് ഭൂമിയിലെ വെള്ളം താഴുമ്പോ നോഹയുടെ പെട്ടക ഇങ്ങനെ അറബിക്കടലിൽ കിടന്ന് അലയോ. ആമേൻ. കര കിട്ടാതെ അലയോ. ഇതായിരുന്നു പ്രപഞ്ചത്തിന്റെ നിയമം. പക്ഷേ ദൈവം പൊക്കിയ പെട്ടകത്തെ അറബിക്കടലിൽ അലയാൻ ദൈവം സമ്മതിക്കത്തില്ല. അത് അരാരാത്തിൽ ഉറപ്പിക്കുകയും ചെയ്തു. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാരാക്ലീറ്റോസ് ആയിട്ട് നിൽക്കുമ്പോൾ. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ എൻ്റെ സഹോദരങ്ങളെ, യേശുവിനെ കുറിച്ച് നിങ്ങൾ നന്നായി അറിയണം. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്ര. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്ത പുരോഹിതനല്ല എന്ന് പറഞ്ഞാൽ he is not a man that cannot be touched with our infirmities. feeling of our infirmities, നമ്മുടെ ഇൻഫോർമിറ്റീസിന്റെ, നമ്മുടെ ബലഹീനതകളുടെ ഫീലിങ്ങുകളാൽ സ്പർശിക്കപ്പെടാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത് എന്ന വാക്കാതെന്നറിയാമോ? ആമേ. അവിടെ പറയുകയാണ് which cannot be touched with he is not an high priest which cannot be touched with the feeling of our infirmities, but he can be touched with the feeling of our infirmities. നമ്മുടെ ബലഹീനതകളുടെ വിചാരങ്ങളാൽ സ്പർശിക്കപ്പെടുവാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിലേക്ക് പകരുന്ന ശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. അതാണ് പൗലോസിന്റെ അടുക്കൽ പറഞ്ഞു, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. നിന്റെ ബലഹീനത എത്രത്തോളം വലിയതാണോ അത്രത്തോളം എൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു വരികയും ചെയ്യുക. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടക്കട്ടെ. പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യുവാൻ കഴിയുക? എൻ്റെ സഹോദരങ്ങളെ, റോമാലേഖനം 8-ാം അധ്യായം 13-ാം വാക്യം, റോമാലേഖനം 8-ാം അധ്യായം 13-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ. അപ്പൊ അവിടെ പറയണം, ആത്മാവിനാൽ എന്ത് ചെയ്യാൻ കഴിയുക? ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുവാൻ കഴിയുക. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിൽ ആർക്കും നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തികളെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല? മരിപ്പിക്കാൻ കഴിയത്തില്ല. ആമേൻ. എന്നാൽ നമുക്ക് മരിപ്പിക്കാൻ കഴിയാത്ത സാധനത്തെ പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യാൻ കഴിയുക? മരിപ്പിക്കാൻ
സ്വാധീനിക്കാൻ കഴിയുക. ഞാൻ പറഞ്ഞ ഒന്നും കൂടെ മനസ്സിലാകാൻ പരുവത്തിൽ ഞാൻ പറയാം. സ്തോത്രം. ചില നാളുകൾക്ക് മുൻപ്, ഇപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. സ്തോത്രം. ചില നാളുകൾക്ക് മുമ്പ് സ്തോത്രം, മൂന്നാറിൽ ഒരു കാട്ടാന ഇറങ്ങി. ആ കാട്ടാനയുടെ മുമ്പിൽ ഒരു മനുഷ്യന് നിൽക്കാൻ കെൽപ്പില്ല. 10 പേര് കൂടി ചേർന്നാൽ ഈ കാട്ടാനെ വല്ലതും ചെയ്യാൻ കഴിയുമോ? 100 പേര് കൂടി ചേർന്നാൽ ഈ കാട്ടാനെ വല്ലതും ചെയ്യാൻ കഴിയുമോ? ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ കാട്ടാന കൊമ്പും കുലുക്കി ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മനുഷ്യർക്കാർക്ക് അവൻ്റെ മുൻപാകെ നിൽക്കാൻ കഴിയത്തില്ല. എന്നാൽ സ്തോത്ര, കേരളത്തിൻ്റെ ഫോറസ്റ്റ് സ്തോത്ര, അവൻ്റെ മുകളിലേക്ക് അമേൻ സിറിഞ്ചുകളെ ഷൂട്ട് ചെയ്ത് അങ്ങോട്ട് വിട്ടോ. അമേൻ, അവനെ മയക്കുവെടി അങ്ങോട്ട് അടിച്ചു വിട്ടോ. മയക്കുവെടി അടിച്ചപ്പോൾ മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന ഈ കൊലകൊമ്പൻ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഇങ്ങനെ ആടി ആടി നിൽക്കുകയാ. സ്തോത്ര. അമേൻ. ഫോറസ്റ്റിന്റെ കയ്യിലുള്ള 2 കുങ്കിയാനകൾ വന്ന് ഇവനെ ഇടവും വലവും നിർത്തി തട്ടി ലോറിക്കകത്ത് കയറ്റി തമിഴ്നാടിന് നാട് കടത്തി വിട്ടോ. അമേൻ. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് ഒരു ഇത്രയുള്ള സിറിഞ്ചിനകത്ത് അവന്റെ മേളിൽ അടിച്ചപ്പോ നടന്നോ? ഒരു ഗ്രാമം ഒരുമിച്ച് നിന്നാൽ, വടിയും കോലും പൊട്ടാഷും വെടിമരുന്നും കൊണ്ട് നിന്നാൽ ഓടിക്കാൻ കഴിയാത്ത ആനയെ സ്തോത്ര, ഫോറസ്റ്റിന്റെ കയ്യിലുള്ള ഒരു സിറിഞ്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമേ ഈ മയക്ക് സാധനം അവന്റെ അകത്തോട്ട് ചെന്നപ്പോ കൊലകൊമ്പൻ നിന്നാടുകയാ. ഇതാണ് പരിശുദ്ധാത്മാവ്. നിന്റെ ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ട്, ശാസ്ത്രം കൊണ്ടോ, കഴിവുകൊണ്ട്, സംഘടനാ ബലം കൊണ്ടോ, നിന്റെ അറിവ് കൊണ്ടോ നമ്മെ നശിപ്പിക്കാൻ കഴിയാത്ത പാപ സ്വഭാവങ്ങളെ മാറ്റുവാൻ കഴിയുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുക. എൻ്റെ സഹോദരങ്ങളെ, പാപങ്ങളെ മരിപ്പിക്കുവാൻ എന്തൊക്കെ വേണ്ട? സിറിഞ്ച് വെച്ച് കുത്തുന്ന, അവൻ സൂചി വെച്ച് കുത്തുന്ന, മുറിവേൽപ്പിക്കുന്ന അനേക അനുഭവങ്ങളുണ്ട്. ചാട്ടവാറ് കൊണ്ട് അടിപ്പിക്കുന്ന, നാക്കിൽ ശൂലം കുത്തുന്ന, പുറത്ത് ഹുക്കിട്ട് തൂക്കം നടത്തുന്ന, ശയന പ്രദക്ഷിണം നടത്തുന്ന, മൊട്ടയടിക്കുന്ന 1000 കൂട്ടം കാര്യങ്ങൾ ലോകത്തുണ്ട്. പക്ഷെ 1000 കൂട്ടം പാപപരിഹാരത്തിന് ഉരുളിച്ച നടത്തിയാല്, മൊട്ടയടിച്ചാലും തൂക്കം നടത്തിയാല്, ശൂലം കുത്തിയാല് ഒഴിഞ്ഞു പോകാത്ത പാപത്തെ മോർട്ടിഫൈ ചെയ്യാൻ, മരിപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയോ? ഇന്ന് രാത്രി അത് നിനക്ക് അസാധ്യമായിരിക്കാം, പക്ഷെ പരിശുദ്ധാത്മാവിന് കഴിയോ? പരിശുദ്ധാത്മാവിന്റെ 2-3 കാര്യങ്ങളെ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ മുദ്രയിടുക എന്ന് പറഞ്ഞാൽ? സ്തോത്ര. മുദ്രയിടുക എന്ന് പറഞ്ഞാൽ അതൊരു ഗവൺമെന്റ് ഭാഷയാണ്, അതൊരു കിങ്ഡം ലാംഗ്വേജ് ആണ്. ആമേൻ. മുദ്രയിടാൻ നമുക്കാർക്ക് മുദ്രയിടാൻ അധികാരമില്ല. നമ്മളൊക്കെ പിന്നെ സഭയ്ക്കകത്ത് ആകെ മുദ്രയിടുന്ന എന്തുവാണെന്നറിയാവോ? സൺഡേ സ്കൂൾ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഒരിച്ചിരി അരക്ക് മേടിച്ച് നൂലിന്റെ മണ്ടയ്ക്ക് ഒട്ടിച്ചു വിടും. ഇതാണ് നമുക്കറിയാവുന്ന ആകെയുള്ള മുദ്ര. സ്തോത്ര. എന്നാൽ ഇതൊരു കിങ്ഡം ലാംഗ്വേജ് ആണ്. എന്താണ് കിങ്ഡം ലാംഗ്വേജ്? എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു വീട് കൊണ്ടുപോയി പൂട്ടി അതിന് മുദ്രയിട്ട് കഴിഞ്ഞാൽ ഇത് രാജാവാണ് പൂട്ടിയിരിക്കുന്നതെന്ന് അതിന്റെ അർത്ഥം. സ്തോത്ര. ഇതിന്മേൽ വേറൊരുത്തിനും തൊടാൻ അധികാരമില്ല. അവിടെ പറയുകയാണ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, യേശുവിന്റെ രക്തം കാണുമ്പോൾ പിശാച് ഒഴിഞ്ഞു പോകും. എന്നാൽ പിശാച് ഒഴിഞ്ഞു പോകാതെ ഇനി ഒരുപക്ഷെ അവൻ വാതിലിൽ വന്ന് നോക്കി എന്നിരിക്കട്ടെ, അവൻ ആ ലോക്കിന്റെ മുകളിൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര കാണുമ്പോൾ അവനൊരു കാര്യം മനസ്സിലാക്കുക: ദിസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന്റെ പ്രോപ്പർട്ടി ആയതെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ 1 കൊരിന്ത്യർ 3:16 പറയുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കൊണ്ട് നിങ്ങൾ ഇനി എന്താണ്? ദൈവത്തിന്റെ മന്ദിരം. യു ആർ ദ പ്രോപ്പർട്ടി ഓഫ് ഗോഡ്. വീണ്ടും 6-ാം അധ്യായത്തിൽ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിനുള്ളവരത്രേ. ഞാൻ ആരംഭത്തിൽ ഒരു കാര്യം പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് ഒരുവന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ he will be the possession, he will be the inheritance of God. അവൻ ദൈവത്തിന്റെ വകയാകുക. നിന്നെ തൊടുന്നവൻ ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടോ. നിന്റെ പൂട്ട് പൊളിക്കാമെന്ന് ചിന്തിക്കുന്നവർ രാജ്യത്വത്തിന്റെ മുദ്രയെ പൊളിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, അഭിഷേകം നിന്റെ കാവലാണ്, അഭിഷേകം നിന്റെ സംരക്ഷണമാണ്. അഭിഷേകമുള്ള സഭയെ തൊട്ട വിവരമറിയോ? അഭിഷേകമുള്ള കുടുംബത്തെ തൊട്ട വിവരമറിയോ?
ദൈവം അബ്രഹാമിന്റെ അടുക്ക പറഞ്ഞു, അബ്രഹാം, ഞാൻ നിന്റെ പരിചയമാകുന്നുവെന്ന്. എന്താണ് പരിചയം എന്നറിയാമോ? ഇത് അബ്രഹാമാണെന്നിരിക്കട്ടെ, ആമേൻ, ഇത് ദൈവവുമാണെന്നിരിക്കട്ടെ, പരിചയം എപ്പോഴും എവിടെ നിൽക്കുമെന്നറിയാമോ? മുന്നിൽ നിൽക്കുക. ഒരുത്തൻ വന്ന് ഇതിനെ വെട്ട ആരുടെ മേളിലാണ് കിട്ടുന്നതെന്നറിയാമോ? പരിചയുടെ മേള്. ആമേൻ, ഞാൻ നിന്നെ സൂക്ഷിക്കാമെന്നല്ല പറഞ്ഞത്. വാളും കൊണ്ട് ഒരുത്തൻ നിന്റെ നേരെ വന്നാൽ, കുന്തം കൊണ്ട് ഒരുത്തൻ നിന്റെ നേരെ വന്നാൽ, അവൻ കുത്തുന്നത് നിന്നെ ആയിരിക്കത്തില്ല, അവൻ കുത്തുന്നത് എന്നെ ആയിരിക്കാം. അതാണ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര. ഇന്ന് രാത്രി അഭിഷേകമുള്ള ദൈവജനം തിരിച്ചറിയട്ടെ, പരിശുദ്ധാത്മാവുള്ള ദൈവജനം തിരിച്ചറിയട്ടെ. യു ആർ ദ പ്രോപ്പർട്ടി ഓഫ് മോസ്റ്റ് ഹൈ. നീ അതിപരിശുദ്ധന്റെ അത്യുന്നതന്റെ അവകാശത്തിനകത്താണ്. സ്തോത്രം, സ്തോത്രം. അവൻ്റെ പ്രോപ്പർട്ടിയായി മാറുകയാണ്. ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് പറഞ്ഞ് അതിനെ പൂർത്തീകരിക്കട്ടെ. റോമാലേഖനം 8:14, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവൻ അല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ അവൻ ഉള്ളവനാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അടുത്ത ഭാഗം പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിനക്കെത്ര ക്രൈസ്തവ പാരമ്പര്യം ഉണ്ടെന്നിരിക്കട്ടെ, നിനക്കെത്ര ക്രൈസ്തവ പരിചയം ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷെ ക്രിസ്തുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിന്നിലില്ലെങ്കിൽ കർത്താവ് പറയും, ഇവൻ എൻ്റേതല്ല കേട്ടോ, ഇവൻ എൻ്റേതല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്ര. ആമേ, ഈ ഇരിക്കുന്ന യമഹയുടെ ഋതംപാട്, ആമേൻ, ലക്ഷക്കണക്കിന് ഋതംപാടുണ്ടായിരിക്കുക, ലക്ഷക്കണക്കിന് സാധന ഈ കമ്പനിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് വില കൊടുത്ത് വാങ്ങിയ ആൾക്ക് 1000 ഋതംപാട് ഇതിനകത്തിരുന്നാൽ, ആമേൻ, ഇതിൻ്റെ ഉടമസ്ഥന് ഇത് കണ്ടാൽ അറിയാം. കാരണം അവൻ്റേതായിട്ട്, ആ ഉടമസ്ഥൻ്റേതായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു അടയാളം ഇട്ടിരിക്കുക. ആമേൻ, ഇവിടെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇന്ന് ഈ ഋതംപാട് ഇവിടെ അടച്ചു ബാഗിനകത്ത് വെച്ചിട്ട് പോയി. ഞാൻ നോക്കിയപ്പോൾ നല്ല ഋതംപാടാണ്. എൻ്റെ കയ്യിൽ ഒരു പൊളിഞ്ഞ ഋതംപാടുണ്ട്. ഞാൻ ആ ഋതംപാടെടുത്ത് ഈ ബാഗിനകത്തിട്ട് കവറിട്ട് പൂട്ടിയിട്ട് ഈ നല്ലതെടുത്ത് എൻ്റെ ബാഗിൽ വെച്ചെന്നിരിക്കട്ടെ. ആമേൻ, നാളെ ആരാധനയ്ക്ക് വന്ന് ഇത് തുറന്നു നോക്കുമ്പോൾ പറയുക, ഇത് എൻ്റേതല്ല. അപ്പം ഞാൻ ഇപ്പുറത്ത് നിന്ന് ഇവിടുത്തെ പാസ്റ്റർ പറയാം, എടാ ഇത് യമഹയുടെ സാധനം തന്നെയല്ലേ, കറുത്ത സാധനം തന്നെയല്ലേ, ദാണ്ട് 4 ഹോൾ ഇവിടെ ഉണ്ടല്ലോ, 4 പോയിന്റ് ഇവിടെ ഉണ്ടല്ലോ. ഇതൊക്കെ പറഞ്ഞാൽ അവൻ പറയില്ല, എൻ്റെ സാധനത്തിൽ ഒരു മുദ്രയുണ്ട്, എൻ്റെ സാധനത്തിൽ ഒരു അടയാളമുണ്ട്, അതല്ലാത്തത് എൻ്റേതല്ല. സ്തോത്ര. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, ഉടമസ്ഥ അടയാളമാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി നീ എന്തൊക്കെ പാരമ്പര്യം പറഞ്ഞാല്, ഇന്റെ മേളിൽ അഭിഷേകമില്ലെങ്കിൽ, ഇന്റെ മേളിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ നീ ദൈവത്തിനുള്ളവനല്ല. ആമേൻ. അടുത്തിരിക്കുന്നവരുടെ അടുക്ക പറഞ്ഞേ, അഭിഷേകം ഇല്ലാത്തവൻ ദൈവത്തിനുള്ളവനല്ല. ഒന്ന് ഉറക്കെ പറഞ്ഞേ, അഭിഷേകമില്ലാത്തവൻ ദൈവത്തിനുള്ളവനല്ല. ആമേൻ. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കയറുകയാണ്. സ്തോത്ര. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ഒരു സാധ്യതയെ ഞാൻ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. അവിടെ പറയുന്നത്, സ്തോത്രം, കർത്താവ് അവിടെ പറയുന്ന ഭാഗം ഇതാകുന്നു. സ്തോത്ര. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ എന്ത് ചെയ്യുക? അവൻ നിങ്ങൾക്ക് വരുവാനുള്ളതിനെ അറിയിച്ചു തരുമെന്നാണ് പറയുന്നത്. അവൻ വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരും. സ്തോത്ര. അവൻ വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരും. അപ്പൊ പരിശുദ്ധാത്മാവ് ഭാവിയെ കുറിച്ച് നിങ്ങളോട് പറയുക. യോഹന്നാൻ 16:13 അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പൊ അഭിഷേകമുള്ള ഒരു മനുഷ്യന് നാളെയെ കുറിച്ചൊരു ഉറപ്പുണ്ടായിരിക്കുക. ആമേൻ. നാളെ എന്താകുക, നാളെ ആകുലം എന്താ, ആമേൻ, നാളെയെ കുറിച്ച് അവനൊരു ആശങ്കയില്ല, നാളെയെ കുറിച്ച് അവനൊരു ഉറപ്പുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കലൊക്കെ പറയാറുള്ള ഒരു കാര്യമുണ്ട്. സ്തോത്ര. നിന്റെ ഹോൾ ടിക്കറ്റ് അടിക്കുന്നതിന് മുൻപേ നിന്റെ എക്സാമിൻ്റെ റിസൾട്ട്
റിസൾട്ട് കാർഡ് ദൈവം അടിച്ചു വെക്കുക. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിന്റെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് അടിക്കുന്നതിന് മുൻപേ സ്തോത്ര, നിന്റെ പരീക്ഷയുടെ റിസൾട്ട് മാർക്ക് എത്ര A+ ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് സ്വർഗം ഓൾറെഡി അത് അടിച്ചിരിക്കുകയാണ്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ജനുവരി മാസത്തിൽ ഒരു മനുഷ്യൻ, ഒരു അഭിഷക്തൻ ഞങ്ങളുടെ വീട്ടിൽ വന്നോ, എൻ്റെ അടുക്കൽ പറഞ്ഞോ നിനക്ക് ഇത്ര % മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞോ. ഞാനിങ്ങനെ മനസ്സിനകത്ത് ചിന്തിച്ചു, ദൈവമേ ഇത്ര % മാർക്കൊന്നും എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല, അത് ക്ലാസ്സിലെ ഇന്നാർക്കൊക്കെ കിട്ടുമായിരിക്കുമെന്ന് പറഞ്ഞു. സ്തോത്ര. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 1% കുറയാതെ 1% കൂടാതെ ഡിസ്റ്റിങ്ഷൻ്റെ മേളിൽ അദ്ദേഹം പറഞ്ഞ അതേ മാർക്ക് എൻ്റെ സർട്ടിഫിക്കറ്റിനകത്ത് കിട്ടി. അത് കഴിഞ്ഞ് 2 മാസം കൂടെ കഴിഞ്ഞിട്ടാണ്, 1.5 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിയത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് അടിക്കുന്നതിന് മുമ്പേ, നീ ആൻസർ പേപ്പറിൽ കുത്തിക്കുറിക്കുന്നതിന് മുമ്പേ നിന്റെ റിസൾട്ട് കാർഡ്, നിന്റെ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് വെക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയോ? സ്തോത്ര. അതുകൊണ്ടാണ് പറഞ്ഞത്, ആദിയിൽ തന്നെ അവൻ അന്ത്യത്തെ കുറിച്ച് അരുളി ചെയ്യുന്നുവെന്ന്. അത് സാധാരണമായ പബ്ലിക് എക്സാമിൽ SSLCയിലും എൻട്രൻസിലും മാത്രമല്ല, വിശ്വാസ ജീവിതത്തിന്റെ പരിശോധനയ്ക്കകത്ത്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, സാത്താൻ കോതമ്പ് പോലെ നിന്നെ പാറ്റുവാൻ നിങ്ങളെ പാറ്റുവാൻ അനുവാദം ചോദിച്ചോ, പക്ഷെ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. നീ ഒരു പ്രാവശ്യം തിരിഞ്ഞു വന്ന ശേഷം എൻ്റെ സഹോദരന്മാരെ ധൈര്യപ്പെടുത്തിക്കൊള്ളുക. പരീക്ഷയുടെ റിസൾട്ട് അറിയുന്നവനാണ് ദൈവം. നിന്റെ ഭാവിയെ ദൈവം അറിയുന്നവനാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ റോമാലേഖന 8-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. കൊണ്ടോ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തിയ ശരീരങ്ങളെ ജീവിപ്പിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിന് എന്ത് ചെയ്യാൻ കഴിയുക? മർത്തിയ ശരീരങ്ങളെ ജീവിപ്പിക്കാൻ കഴിയുക. ദൈവത്തിൻ്റെ ആത്മാവിന് മർത്തിയ ശരീരങ്ങളെ ജീവിപ്പിക്കാൻ കഴിയുക. അതിനെ ഞാൻ 2ആയി തിരിച്ച് പഠിപ്പിക്കാം. ഒന്ന്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരപ്പെടുക, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുക, ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കുക, ഈ അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നത് തേജസ്സിൽ ഉയർക്കപ്പെടുക, ഈ ബലഹീനമായത് ശക്തിയെ പ്രാപിക്കുക, ഈ ഭൗമികമായത് സ്വർഗീയമായതിനെ പ്രാപിക്കുക, ഈ മൺമയമായ ശരീരം വിൺമയമായി മാറ്റപ്പെടുക, ഈ ഭൗമികമായ ശരീരം സ്വർഗീയമായ ശരീരമായി മാറ്റപ്പെടുക, ഈ നാറ്റം വെക്കുന്ന ശരീരം അത് ദൈവത്തിന്റെ തേജസ് ഉടുക്കുന്ന ശരീരമായി, പൊന്നുപോലെ സ്ഫടികം പോലെ മിന്നിത്തിളങ്ങുന്ന ശരീരമായി രൂപാന്തരപ്പെടുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, മനുഷ്യന് പ്രപഞ്ചത്തിന് മനുഷ്യനെ പിടിച്ചടക്കാൻ വെക്കുന്ന ഒരു കഴിവുണ്ട്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന്റെ പെർഫെക്റ്റ് പവറിൽ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ, പ്രപഞ്ചത്തിന്റെ ഒരു ഗുരുത്വാകർഷണ ബലങ്ങൾക്ക് പിന്നെ ഈ ശരീരങ്ങളെ മണ്ണിനകത്ത് ഒതുക്കാൻ കഴിയത്തില്ല. കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കുക, രൂപാന്തരം പ്രാപിക്കുക. എന്താണ് നമ്മുടെ പ്രത്യാശ? കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. എന്താണ് അതിന്റെ അടുത്ത ഭാഗം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ കാണുമെന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരായി മാറ്റപ്പെടുക. എന്താണ് അവനോട് സദൃശ്യൻ? അപ്പോൾ യേശു എങ്ങനെ ഇരിക്കുകയാണ്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ വിളിച്ചു പറയുകയാണ്, പത്മോസിന്റെ ഏകാന്തതയിൽ ഞാൻ ആ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി കാഹളത്തിനൊത്ത മഹാനാദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, ഇതാ ഉലയിൽ ചുട്ടുപരിപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ കാലുകൾ എൻ്റെ അടുക്കലേക്ക് നടന്നു വരുന്നു. ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ തലയും താടിയും ഹിമത്തോളം വെളുത്ത്, മുഖം സൂര്യനെ പോലെ പ്രകാശിച്ച്, കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്തതായി, നാവുകൾ പിളർന്നിരിക്കുന്ന വാളുകൾ പോലെ, മാറത്ത് പൊൻകച്ച കെട്ടി നിലയങ്കി ധരിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് തേജോമയനായി
ഒരുത്തൻ ഇറങ്ങി വരുന്നു. അവനോട് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തു, അവനോട് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തു അവനോട് സദൃശ്യന്മാരായി തീരും. എങ്ങനെ ഇത് സംഭവിക്കാം? പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കാം. എന്നാൽ ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ സംഭവിക്കുന്നതാണ്. ഒരുപക്ഷെ ഈ രാത്രി ഈ ആകാശത്തിന്റെ മധുവിൽ മേഘങ്ങളിൽ യേശു ഇറങ്ങി വരാ. ഒരുപക്ഷെ ഇന്നു രാത്രി ഈ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പേ ഈ ആകാശം വെട്ടിത്തിളങ്ങി പ്രകാശിക്കാം. അവിടെ തേജസ്സോടെ യേശു വരാ. ഈ മൈക്കിന്റെ സൗണ്ടിനെക്കാട്ടിലോ മഹത്വത്തോടെ കാഹളം ധ്വനിക്കോ, ദൂതന്മാർ ശബ്ദം മുഴക്കോ, ദൈവത്തിന്റെ ഗംഭീര നാദം കേൾക്കാം. അപ്പോൾ ഈ മീറ്റിംഗ് പിരിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോകത്തില്ല. പകരമോ ഇതിൽ നിന്ന് വലിയൊരു സമൂഹം ആകാശങ്ങളിലെ പറന്നുയരാ. മാത്രമല്ല ഈ ലോകത്തിലുള്ള സകല ഇടങ്ങളിലെയോ അനേക കല്ലറകളിലെ സ്ലാബുകൾ ഇളങ്ങോ, അതിനകത്തുനിന്ന് വലിയ ഭൂകമ്പമുണ്ടാകോ. അനേക വൃതന്മാർ ആവരോ പറന്നുയരാ. അത് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അത് ലോകത്തിന്റെ ടെക്നോളജി അല്ല, അത് എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് അല്ല, അത് അമേരിക്കയുടെ നാസയല്ല, അത് ഇന്ത്യയുടെ ഇസ്രോ അല്ല, അത് സദാം ഹുസൈൻ പടച്ചുവിട്ട ആറ്റോമിക് ബോംബുകളല്ല, അത് പുട്ടിന്റെ ഹൈഡ്രജൻ ബോംബാടിക്കുകളല്ല. പകരോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എന്നാൽ അത് നമ്മുടെ പ്രത്യാശയാണ്. എന്നാൽ ആ പ്രത്യാശയിൽ മാത്രമല്ല, അവൻ ആ ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ, നമ്മളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്തിയ ശരീരങ്ങൾ ജീവിപ്പിക്കപ്പെടാം. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ ജീവൻ വ്യാപരിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയോ? 90 വയസ്സുള്ള സാറ എന്ന് പറയുന്ന അമ്മച്ചി, ആ അമ്മച്ചി പറയുകയാണ്, അമ്മേ എൻ്റെ ഗർഭപാത്രം നിർജീവമായത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അറിഞ്ഞതാ. ഇന്ന് ഞാൻ ഇങ്ങനെ ശവക്കുഴി ഓർത്ത് ജീവിക്കുകയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നപ്പോൾ അപാരഹട്ടരാജരാതി നിർജീവമെന്ന് പറഞ്ഞ അവളുടെ ആന്തരിക അവയവങ്ങൾ ജീവൻ പ്രാപിച്ചില്ലേ? 4 ദിവസമായി നാറ്റമായി കർത്താവേ എന്ന് പറഞ്ഞ കല്ലറയ്ക്കകത്ത് ചുറ്റിക്കെട്ടി വെച്ചിരുന്ന ലാസറിന്റെ ശരീരം പുറത്തു വന്നില്ലേ? യായിറോസിന്റെ മകളെ എഴുന്നേൽപ്പിച്ചില്ലേ? മഞ്ചത്തിലിരുന്ന മകനെ എഴുന്നേൽപ്പിച്ചില്ലേ? ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവ് വ്യാപരിച്ചാൽ മർത്തിയ ശരീരങ്ങൾ ജീവിപ്പിക്കപ്പെടോ. ഈ രാത്രി ഇതിനകത്ത് ഏത് രോഗം നിന്നെ മർത്തിയമാക്കി തീർത്തോ, ഏത് രോഗം നിന്നെ ബലഹീനമാക്കി തീർത്തോ, ഏത് രോഗം നിന്റെ ശരീരത്തെ നിർജീവമാക്കി തീർത്തോ, ഏത് അന്ധകാര ശക്തി നിന്റെ ശരീരത്തെ നിർജീവമാക്കി തീർത്തോ, ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാവിന്, ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്, ഞാൻ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആത്മാവിന് നിന്റെ ശരീരത്തെ സുഖപ്പെടുത്തുവാൻ കഴിയോ? ലൂക്കോസ് 5:17 അവിടെ പറയുന്നത് ഇങ്ങനെയാകുന്നു, സ്തോത്ര, അവൻ സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ഒരു അസാധാരണ ശക്തിയുണ്ട്, അത് സൗഖ്യമാക്കുന്ന ശക്തിയാണ്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? The Holy Spirit, the healing power is moving here right now. ഇന്ന് രാത്രി അത് സ്പർശിക്കുകയാണ്. നീ ഏത് വിധത്തിൽ രോഗിയാകട്ടെ, നീ ഏത് വിധത്തിൽ ബലഹീനനാകട്ടെ, ഈ രാത്രി നിന്റെ സൗഖ്യത്തിന്റെ രാത്രിയാണ്. കഴിഞ്ഞ രാത്രി ഞാൻ അഭിഷേകത്തിന്റെ അടുക്കൽ പറഞ്ഞു, ഇന്ന് ഞാൻ പ്രസംഗിക്കത്തേ ഉള്ളൂ, ഉപദേശം പറയത്തേ ഉള്ളൂ, പക്ഷെ നാളെ ഞാൻ അഴിച്ചുവിട്ട് ശുശ്രൂഷിക്കാം. ഇന്ന് രാത്രി സമയം കഴിഞ്ഞുവെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഇതിനകത്തുനിന്ന് പ്രസംഗിച്ചിറങ്ങിപ്പോയാൽ നീതികേടാണ്. ഞാൻ പ്രസംഗിച്ചത് ചരിത്രമല്ല, ഇന്നും വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിൽക്കുന്നവനാണ് എന്റെ ദൈവം. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ച വചനത്തിന് ദൈവ സാക്ഷി നിൽക്കും. ഇന്ന് ഞാൻ പ്രസംഗിച്ച വചനത്തിന് ദൈവ സാക്ഷി നിൽക്കും. ഞാൻ പ്രസംഗിച്ചത് ബുദ്ധിയിൽ നിന്നാണെങ്കിൽ ദൈവ സാക്ഷി നിൽക്കത്തില്ല. ഞാൻ പ്രസംഗിച്ചത് അറിവിൽ നിന്നാണെങ്കിൽ ദൈവ സാക്ഷി നിൽക്കത്തില്ല. ഞാൻ പ്രസംഗിച്ചത് ഏതെങ്കിലും കഥയാണെങ്കിൽ ദൈവ സാക്ഷി നിൽക്കത്തില്ല. പക്ഷേ ഞാൻ പ്രസംഗിച്ചത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണെങ്കിൽ, ഞാൻ പ്രസംഗിച്ചത് എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിലാണെങ്കിൽ ദൈവം ഇതിനകത്ത് സാക്ഷി നിൽക്കും. Right now, ഈ സമയം
സമയം തന്നെ അത് സാക്ഷ്യമായി ഇന്ന് രാത്രി അത് സംഭവിക്കുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം എഴുന്നേറ്റ് നിന്നാട്ട്, വിശ്വസിക്കുന്നവർ മാത്രം എഴുന്നേറ്റ് നിന്നാട്ട്. കൃപ ലഭിച്ച ദൈവമക്കൾ മാത്രം അന്യഭാഷകളിൽ സംസാരിക്കട്ടെ. കൃപ ലഭിച്ച ദൈവമക്കൾ മാത്രം അന്യഭാഷകളിൽ സംസാരിക്കട്ടെ. ഇന്ന് രാത്രി പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു പ്രത്യേക പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുക. ആർക്കെങ്കിലും വീട്ടിൽ പോകുവാൻ തിരക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിക്കൊള്ളാം. ഞങ്ങൾ തടഞ്ഞു നിർത്തുകയില്ല. ആർക്കെങ്കിലും ഈ സമയം വീട്ടിൽ പോകണമെങ്കിൽ പോയിക്കൊള്ളാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്ത് ചിലരെ തൊടാൻ പോവുകയാണ്. It's a night of healing. Rakatalbara Prabhadia, Arthara Prabhasia, Rabakatalbara Prabhasia, Ratalaga Sateria. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ സൗഖ്യമാക്കുകയാണ്. Raba Prabhalia Prabhasataria, Akateria Talbana Kasia. ഇതിനകത്ത് കൃപ ലഭിച്ച ദൈവമക്കൾ അന്യഭാഷകൾ സംസാരിച്ചു കൊണ്ട് നിന്നാട്ട് ഈ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ ഇതിനകത്ത് അമർച്ച ചെയ്യപ്പെടുകയാണ്. പാതാള ഗോപുരങ്ങൾ കീഴടങ്ങുകയാണ്. ദുരാത്മ അധികാരങ്ങൾ ഒതുങ്ങുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ അന്തരീക്ഷത്തിന്റെ ദൈവാധിപത്യത്തെ റിലീസ് ചെയ്യുന്ന ഹോളി സ്പിരിറ്റ് ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഭൂതശക്തികൾ, ഭ്രാന്തിന്റെ ആത്മാക്കൾ, അപസ്മാരത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് പുറത്തു വരട്ടെ. ഇന്ന് രാത്രി ശരീരങ്ങൾക്കകത്ത് അവകാശം പറഞ്ഞു നിൽക്കുന്ന ഒരു അപസ്മാരത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. ഇതാ ഒരു അപസ്മാരത്തിന്റെ ദുരാത്മാവ് ഈ ഗ്രൗണ്ടിനകത്ത് ശാസിക്കപ്പെടുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കുഞ്ഞാടിന്റെ രക്തം ചൊല്ലി പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ അപസ്മാരത്തെ ഞാൻ ശാസിക്കുന്നു. ഇന്ന് രാത്രി അപസ്മാരങ്ങൾ വിട്ടുപോകട്ടെ, അപസ്മാരങ്ങൾ വിട്ടുപോകട്ടെ, അപസ്മാരങ്ങൾ വിട്ടുപോകട്ടെ. റാസ്ബേലിയ ഇതാ പരിശുദ്ധാത്മ ഇതാ എനിക്ക് എന്റെ ആത്മാവിൽ കാണുവാൻ കഴിയുന്നു. ഒരു അപസ്മാരത്തിന്റെ ദുരാത്മാവിനെ പരിശുദ്ധാത്മാവ് പിടിച്ചു കെട്ടുന്നു. ഹോളി സ്പിരിറ്റ് ഇതാ സൗഖ്യം വ്യാപരിക്കുകയാണ്. റിലീസിംഗ് ദ ഗ്ലോറി, റിലീസിംഗ് ദ ഹീലിംഗ്. ഇന്ന് രാത്രി ചലിക്കാത്ത അവയവങ്ങൾ ചലിക്കട്ടെ, ചലിക്കാത്ത അവയവങ്ങൾ ചലിക്കട്ടെ. റകറ്റൽബേരിയ പ്രവാചന, അറ്റലിയ പ്രവാചന, അർത്തേരിയ സാർത്തേരിയ, റൽബേരിയ പ്രവോസിയ, റൽകറ്റേലിയ, റാതേരിയ, റിചലവറത്തേരി, റസലകറ്റാൽബേരി, റാതോലിയ